കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. മൈസൂർ നഗരവികസന അഴിമതി കേസിൽ നിലപാട് കടുപ്പിച്ച ഇഡി 100 കോടിയുടെ സ്വത്ത് വകകളാണ് കണ്ടുകെട്ടിയത്. ഇതുവരെ 400 കോടിയുടെ സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കേസിലാണ് നടപടി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രോഹിണി, ഈ മൈസൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ ക്രമക്കേട് നടന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഈ ഏതാണ്ട് 100 കോടി രൂപയുടെ വസ്തുവകകൾ കൂടി ഇപ്പോൾ ഇഡി ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ മൈസൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട് പ്ലോട്ടുകൾ കൈമാറിയതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഏതാണ്ട് 3 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി അതിനേക്കാൾ മൂല്യമുള്ള സ്ഥലത്ത് 14 പ്ലോട്ടുകൾ ഈ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് കോൺഗ്രസ് സർക്കാർ നൽകി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിലൂടെ 3000-നും 4000-നും ഇടയിൽ കോടി രൂപയുടെ അഴിമതിയാണ് ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ലോകായുക്ത ഈ കേസിൽ ഒരു അന്വേഷണം നടത്തുകയും ഈ സിദ്ധരാമയ്യയുടെ കുടുംബത്തിന് ക്ലീൻ ചീറ്റ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കേന്ദ്ര ഏജൻസിയായ ഇഡി ഈ കേസ് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോഴും കടുത്ത നടപടികൾ തുടരുകയാണ്. അതാണിപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനും വിശേഷിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും തിരിച്ചടിയായിരിക്കുന്നത്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.